ഇന്ന് ചൂര കൊണ്ടുള്ള റെസിപ്പിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ഒരു ചൂര കിട്ടിയിട്ടുണ്ട്, നല്ല ഫ്രഷ് ചൂര കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നൊരു ചൂര അച്ചാർ ഇടാം അല്ലേ? ചൂര അച്ചാറല്ലേ? അതിലേക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് ചൂര അച്ചാർ. അതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, അത് മാത്രം മതി. ഇറച്ചിയോട് വലിയ താല്പര്യം ഇല്ല, പക്ഷേ ഈ ചൂര അച്ചാറിനോട് ഭയങ്കര താല്പര്യമാണ്. പിന്നെ ചെറിയ നെത്തോലി അങ്ങനെയൊക്കെയുള്ള ചെറിയ മീനോടാണ് അതിലേക്ക് താല്പര്യം. എന്തായാലും അതിൽ ഇന്ന് കോളായി. ഓക്കെ, അപ്പം നമുക്ക് അച്ചാർ തയ്യാറാക്കാൻ വേണ്ട സാധനങ്ങൾ ഒരു ഇടത്തരം വലിപ്പമുള്ള 2 ചൂരയാണെന്ന് കിട്ടിയത്. അപ്പോൾ ഈ അച്ചാർ ഉണ്ടാക്കുന്നതിന് മുമ്പേ തന്നെ കുറേ ലോങ് പ്രോസസ്സ് ഉണ്ട് നമുക്ക് ചെയ്യാൻ. ഈ ചൂര കഴുകി വൃത്തിയാക്കി ഇതേപോലെ ചെറിയ പീസസ് ആക്കിയിട്ട് നമ്മൾ മസാല പുരട്ടി ഒരു അരമണിക്കൂറെങ്കിലും സെറ്റ് ചെയ്ത് വെക്കുക. മസാല നമ്മൾ സാധാരണ മീൻ വറുക്കുന്ന പോലത്തെ മസാല തന്നെയാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് ഒരു അരമണിക്കൂർ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് അതേപോലെ തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതേപോലെ അരിഞ്ഞു വെക്കുക. അതിനും കുറച്ച് സമയം എടുക്കും. പക്ഷേ ഇതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ആ മീൻ എത്രയും ഒന്ന് വറുത്തെടുക്കുന്ന താമസമേ ഉള്ളൂ. അപ്പം നമുക്ക് മീൻ വറുത്തെടുക്കാം. അതിനാവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ കുറച്ച് ഒരുപാടായാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് അച്ചാറിന് വീണ്ടും കുറച്ച് എണ്ണ വേണ്ടതാണ്. ശേഷം കുറച്ച് കറിവേപ്പില അതിനകത്ത് ഇട്ട് കൊടുക്കുക. നമ്മൾ ഓരോ തവണ വറുക്കുമ്പോഴും കുറച്ച് കറിവേപ്പിലയായിട്ട് അതിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം. പിന്നെ മീൻ വറുത്തെടുക്കുമ്പോൾ അധികം കൂടെ മൊരിയാനും പാടില്ല, എന്നാൽ ഒട്ടും മൊരിയാതിരിക്കാനും പറ്റില്ല. ഒരുപാട് അങ്ങ് മൊരിഞ്ഞു പോയാൽ അച്ചാറിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല, ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ ആ ഒരു പരുവത്തിൽ മാത്രമേ നമ്മൾ ഇത് വറുത്തെടുക്കാൻ പാടുള്ളൂ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. മീൻ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പരുവം. ഇതിൽ കൂടുതലും നമ്മളത് മുരിക്കാൻ പാടില്ല. ഈ പരുവത്തിൽ തന്നെ നമ്മൾ കോരിയെടുക്കണം. അല്ലെങ്കിൽ പിന്നെ അച്ചാറിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോൾ ഭയങ്കരമായിട്ട് ഹാർഡായിപ്പോൾ. ഈ ഒരു രീതിയിൽ നമുക്ക് ബാക്കിയുള്ള മീനും കൂടെ നന്നായിട്ട് വറുത്ത് പോരാം. ബാക്കി മീനും കൂടി അതിനകത്തേക്ക് കൊടുക്കാം. ഈ വറുക്കാനുള്ള താമസം മാത്രമേ ഉള്ളൂ. വറുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. പക്ഷെ ഇതൊന്ന് വറുക്കണം. എല്ലാം ഒരേ പരുവത്തിൽ നമുക്ക് വറുത്ത് കിട്ടണം. അതിനകത്തൊന്നും എടുക്കാതെ അച്ചാറിടാനാ. മുരിഞ്ഞു പോയോ? എല്ലാ മീനും നമ്മളിതേ വറുത്ത് കോരി കഴിഞ്ഞു. എത്ര ചൂര നമ്മൾ വലുതെടുത്താലും അവസാനം വറുത്തൊക്കെ വരുമ്പോൾ ഇത്രേ ഉണ്ടാവുള്ളൂ ആ സാധനം. പിന്നെ നിങ്ങൾക്ക് കണ്ടാലറിയാം, ഇതൊരു മീഡിയം പരുവത്തിലാണ് വറുത്തെടുത്തേക്കുന്നത്. അധികം കരിഞ്ഞു പോയിട്ടുമില്ല, എന്നാൽ ഒട്ടും മൊരിയാതിരുന്നിട്ടുമില്ല. പിന്നെ അതേ നമ്മൾ ബീഫ് വറുത്ത പോലെയല്ലേ ഇരിക്കുന്നത്, ഓരോ ചെറിയ ചെറിയ പീസസ്. നമ്മൾ ചൂര വൃത്തിയാക്കാൻ നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാ മുള്ളും എടുത്ത് കളഞ്ഞിട്ട് ഇതേപോലെ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ പെട്ടെന്ന് കഴിക്കാൻ പറ്റും. ഈ പരുവത്തിൽ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. ഇനി പെട്ടെന്ന് നമുക്ക് ജോലി ചെയ്ത് ആ ചൂര വറുത്ത എണ്ണ തന്നെയാണ് കിടക്കുന്നത്. അതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേനും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ, കുറച്ച് കൂടുതൽ വേണമെങ്കിലും എടുക്കാം. പിന്നെ എനിക്ക് അരിയാൻ മതിയായതുകൊണ്ട് ഇത്ര എടുത്തിട്ടുള്ളൂന്നേ ഉള്ളൂ. ഇത് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണം. ആ പച്ച മണമൊക്കെ മാറി ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് തരണം. അച്ചാറിൻ്റെ എരിവിന് ആവശ്യമായ മുളക് പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, പിന്നെ നമ്മുടെ അച്ചാറിൻ്റെ മെയിൻ സാധനമായ കായപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കാം.
ഇനി ഇതിലേക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം നമുക്ക്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കും. മൊത്തം വിനാഗിരി ആക്കരുത്, ഭയങ്കര ഒരു പുളി ഉണ്ടാവും അച്ചാറിന്. നമ്മൾ രണ്ടും എന്താ പറയുക, ഈക്വൽ പ്രപ്പോർഷനിൽ ചേർക്കാം. അതായത് ഇപ്പം 1 ഗ്ലാസ് വിനാഗിരി ആണെങ്കിൽ അതിൻ്റെ കൂടെ 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള കൂടി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ഒഴിച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് തിളയ്ക്കണം. ഇപ്പോൾ കൂട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചൂണ്ട കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുക്കും. നന്നായിട്ട് മിക്സ് ചെയ്യും. നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നോക്ക്, നല്ല കളറിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് അഭിപ്രായമുള്ള സാധനമാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. പിന്നെ ഇതിൽ നമുക്ക് ഓഫ് ചെയ്യാം. അധികം പക്ഷേ ഒരുപാട് നമ്മൾ ട്രൈ ആക്കാൻ നിന്നാലും പിന്നെ അത് ഇതിൽ ഫ്രൈ ആയി പോകും. അപ്പോൾ ഇത്രയും കൺസിസ്റ്റൻസി മതി. നമുക്കിത് തീ ഓഫാക്കാം. നമ്മുടെ ചൂര അച്ചാർ റെഡി.